കഴിഞ്ഞ 3 വർഷമായിട്ട് പാലക്കാടുകാർക്ക് ടിബറ്റനും ചൈനീസ് രുചികളെ പരിചയപ്പെടുത്തിയിട്ടുള്ള മോമോ ആൻഡ് മീൽസ് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളൊരു ഏഷ്യയിലെ പല ഭാഗത്തു നിന്നുള്ള ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു പുതിയൊരു പാൻ ഏഷ്യൻ മെനു ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ഇപ്പൊ പലരും പല രാജ്യങ്ങളിലും വിസിറ്റ് ചെയ്തവരാണ്. അപ്പൊ അവിടെ നിന്നൊക്കെ കഴിച്ചിട്ടുള്ള ഒരു ഇപ്പൊ ഏഷ്യൻ ഫുഡുകൾ, എസ്പെഷ്യലി തായ്ലൻഡ്, ബാങ്കോക്കിലും കൊറിയയിലും ജപ്പാനിലൊക്കെ പോയിട്ടുള്ളവര് അവിടെ കഴിച്ചത് ഇവിടെയും കൂടി കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ടാവും. അപ്പൊ അതിനെ ഞങ്ങള് അതിന്റെ തനതായ രുചിയിലോട്ട് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരുപാട് ഫേമസ് ആയിട്ടുള്ള നമ്മുടെ റമൈൻ പോലുള്ള അതിൻ്റെതായ രീതിയിൽ ആ ഒരു ഒതന്റിക് ടേസ്റ്റോട് കൂടി പാലക്കാടുകാരിലേക്ക് എത്തിക്കുകയാണ്. അപ്പം എല്ലാവരും ഫാമിലി ആയിട്ട് വരൂ, എൻജോയ് ചെയ്യൂ. ബീഫും പൊറോട്ടയും ബിരിയാണിയും ചിക്കനും ഷവായും ഷവർമ എല്ലാം കഴിച്ച് മടുത്തവർക്ക് ഒരു കിട്ടിലൻ വെറൈറ്റി സംഭവമാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് പാലക്കാട് ചന്ദ്രനഗർ ബൈപ്പാസിലുള്ള മോമൻ മീലാണ്. എൻ്റെ മുന്നിലിരിക്കുന്നത് ടോമിയം സൂപ്പാണ്. അത് ഞാനിത് ആദ്യമായിട്ട് കഴിക്കുന്നത് തായ്ലൻഡ് പോയപ്പോഴാണ്. തായ്ലൻഡ്, മലേഷ്യ, സിംഗപ്പൂരൊക്കെ യാത്ര ചെയ്തവർക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല ടോമിയം സൂപ്പ്. അതിപ്പോൾ നമ്മുടെ പാലക്കാടുണ്ട്. ഇത് മാത്രമല്ല കേട്ടോ, വെറൈറ്റി കുറേ സൂപ്പുകൾ, മോമോൻ്റെ ഒരുപാട് വെറൈറ്റി സംഭവങ്ങളൊക്കെ ഉണ്ട്. ഓരോന്നോരോന്നായിട്ട് പരിചയപ്പെടുത്തി തരാം. ഇത് ടോമിയം സൂപ്പ്. ഇത് ഒറിജിനൽ തായ് ഡിഷാണത്. ഇത് സീ ഫുഡിലും ചിക്കനിലുമാണ് ഇത് വരിക. ഇപ്പം നമുക്ക് എടുത്തിരിക്കുന്നത് ചിക്കനിലാണ്. വാ, ഇത് ഇവിടുത്തെ കുക്ക് എന്ന് പറഞ്ഞാൽ ഒറിജിനൽ നേപ്പാളിൽ നിന്ന് വന്ന കുക്കാണ് ഇത് ചെയ്യുന്നത്. മൊമൻമിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ തായ്ലൻഡ്, ജപ്പാന്, ചൈന തുടങ്ങിയ ലോക രാജ്യങ്ങളിലുള്ള എല്ലാ ഭക്ഷണങ്ങളും ഇവിടെ കിട്ടും. അതിൻ്റെ ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സാധനങ്ങളാണ് ഇവിടെ കിട്ടുന്നത്. അതാണ് ഇവിടുത്തെ പ്രത്യേകത. ടോമിയം സൂപ്പ് ഒരു തവണ കഴിക്കണം നിങ്ങൾ. സൂപ്പ് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. പക്ഷേ റിയൽ ജാപ്പനീസ് സൂപ്പാണ് കേട്ടോ നമ്മുടെ മോമോൻമിൻ്റെ ഒരു സിഗ്നേച്ചർ ഐറ്റമാണ്. ഇതിൽ ഡ്രൈ മഷ്റൂമും ബോയിൽഡ് എഗ്ഗും പിന്നെ ചിക്കൻ കീമയൊക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നന്നായി മിക്സ് ചെയ്ത് കഴിക്കണം. വളരെ സാവധാനം എടുത്ത് കഴിക്കണം. ആ എഗ്ഗ് സൂപ്പിൽ മുങ്ങി കുളിച്ചിട്ടേ. അതായത് ഇൻ്റർനാഷണൽ സാധനങ്ങളൊക്കെ നമ്മളെ സ്വന്തം പാലക്കാട്ടിൽ കിട്ടും. ഇപ്പം മോമൻമിയിലെ പാൻ ഫ്രൈഡ് ചിക്കൻ ഭയങ്കര സോഫ്റ്റ്. മൈദ മറ്റുള്ള ഒന്നും ചെയ്തില്ല, ഡയറക്റ്റ് ഫ്രൈ ചെയ്തിരിക്കുകയാണ്. പാൻ ഫ്രൈഡ് ചിക്കൻ മസ്റ്റ് ട്രൈ കേട്ടോ. മോമൻമിയിലെ ഒരു സ്പെഷ്യൽ ഐറ്റം കേട്ടോ, എഗ്ഗ് റാപ്പിഡ് റൈസ്. കഴിച്ചു നോക്കല്ലേ നമുക്ക്. എല്ലാം വെറൈറ്റി ഫ്ലേവർ, വെറൈറ്റി ടേസ്റ്റ് ആണ് കേട്ടോ. ലോകോത്തര നിലവാരമുള്ള, ലോകത്ത് പല സ്ഥലത്തും കിട്ടുന്ന കുട്ടികൾ നമ്മുടെ പാലക്കാട് മോമൻമീലുണ്ട്. മാത്രമല്ല ഇതിൽ വെജിറ്റേറിയനും ഉണ്ട് കേട്ടോ. അപ്പോൾ വെജ് ആളുകൾക്കും ഇവിടെ വരാം. മോമൻമീൽ അടുത്തത് ക്രിസ്പി ഫ്രൈഡ് ചിക്കൻ. ഇതൊരു പ്ലേറ്റാണ് വരുന്നത്. ഇതിൻ്റെ കൂടെ ഷെസ്വാൻ സോസും ഉണ്ട്, നമ്മുടെ നേപ്പാളി സോസും ഉണ്ട്, പിന്നെ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസും. ഒരു രൂപം കാണുമ്പോഴേ നമുക്ക് ഫിഷാണോ ചിക്കനാണോ എന്നൊക്കെ തോന്നിപ്പോകും. വളരെ സ്ലൈസായിട്ട് സോസ് കൂട്ടി അടിക്കാം. സോസ് കൂട്ടുമ്പോഴാട്ടോ അതിന് ശരിക്കും ടേസ്റ്റ് അങ്ങോട്ട് നാവിലേക്ക് സെറ്റ് ആവണത്. വെറുതെ പറയുന്നില്ല, ഭയങ്കര അടിപൊളിയുണ്ട്. നമ്മൾ കഴിച്ച 2-3 ഒരു രക്ഷയില്ല. ക്രിസ്പി ഫ്രൈഡ് കോണ്. അതാണ് മോമൻമിൻ്റെ ഒരു പ്രത്യേകത. കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും വെജ് നോൺ വെജ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഡിഷസ് ഉണ്ട്. ഇതൊക്കെയാണ് കുട്ടികൾക്കായിരിക്കും കൂടുതൽ ഇഷ്ടപ്പെടുക. ഇത് എക്സോ റൈസാണ് കേട്ടോ. ഇത് മെയിനായിട്ട് ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത് ഉണക്കച്ചെമ്മീനാണ്. ഉണക്കച്ചെമ്മീനും കോണും ചിക്കനും ആണ് ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നത്. ഞാൻ ഉണക്കച്ചെമ്മീൻ എന്ന് പറഞ്ഞെങ്കിലും ശരിക്കും അത് വായിലെത്തിയപ്പോഴാണ് അതിന് ശരിക്കും ഉണക്കച്ചെമ്മീൻ്റെ ഫീൽ കിട്ടിയത്. ഉണക്കച്ചെമ്മീൻ ഇഷ്ടപ്പെടാത്തവർ വളരെ കുറഞ്ഞ ആളുകളെ ഉണ്ടാവുള്ളൂ. ഇവിടുത്തെ ഓരോ ഡിഷിനും
വ്യത്യസ്ത രുചിയും മണങ്ങളാണ് കേട്ടോ. അപ്പോൾ സോയ സെസ്മി നൂഡിൽസ് ആണ് ഇത്. എല്ലാം റൈസിലും കിട്ടും നൂഡിൽസും കിട്ടും. നമ്മൾ നൂഡിൽസിലാണ് വാങ്ങിച്ചത്. എള്ളെണ്ണയിൽ തയ്യാറാക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു വ്യത്യസ്തതയാണ്. സോയ സെസ്മി നൂഡിൽസ്. പച്ചനെ പാമ്പ് വരുമോ? ഇതാണ് കുറുകുറെ. അതായത് മൊമോസിൽ വന്ന ഏറ്റവും കൂടുതൽ ആളുകൾ കഴിക്കുന്നത് ഞാൻ കണ്ടിരിക്കുന്നത് കുറുകുറയാണ്. ഇത് ഭയങ്കര ഒരു കഴിച്ചന്നെ നോക്കണ്ട, ഭയങ്കര ക്രിസ്പിയാണ്. ഇവിടെ പ്രസൻറ്റേഷൻ എടുത്ത് പറയണം കേട്ടോ. മരത്തിൻ്റെ ആ ഒറിജിനൽ ആ ടിബറ്റൻ സ്റ്റൈലാണ് ഇവർ കീപ്പ് ചെയ്യണം. ഈ എരിവും കാര്യങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നല്ല ഡെസേർട്ട് ഉണ്ട്, ടവർ ഫലൂഡ ഉണ്ട്, അതുപോലെ ഫ്രൈഡ് ഐസ്ക്രീം ഉണ്ട് കേട്ടോ. രണ്ടും ട്രൈ ചെയ്ത് നോക്കിക്കോളി. അപ്പോൾ അടിപൊളിയാണ്. അപ്പോൾ കഴിച്ചിട്ട് നിങ്ങളെ അഭിപ്രായം അറിയിക്കാം.